കടുത്ത വേനലായിരുന്നു. നമുക്കറിയാം, ഇപ്പോൾ എല്ലാ കാലാവസ്ഥയും നമുക്ക് അങ്ങനെയാണല്ലോ. അപ്പോൾ കടുത്ത വേനലാണ് കഴിഞ്ഞു പോയത്. ഈ വേനലിൽ നമ്മുടെ പല ജലാശയങ്ങളും വറ്റി വരണ്ടു പോകുന്നൊരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരിടം ഈ ഇടുക്കി ഹൈ റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വെള്ളച്ചാട്ടങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അതെല്ലാം വറ്റി വരണ്ടു പോയിരുന്നൊരു സാഹചര്യമായിരുന്നു. ഈ മഴ അങ്ങോട്ട് കഴിഞ്ഞതോടെ ഈ വെള്ളച്ചാട്ടങ്ങളെല്ലാം തന്നെ ഈ മഴക്കാലത്തിൻ്റെ ആരംഭത്തിൽ തന്നെ ജലസമൃദ്ധമായി മാറിയിരിക്കുകയാണ്. നുരഞ്ഞൊഴുകുന്ന വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി ഇടുക്കിയിലേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് നയനമനോഹര കാഴ്ചയാണ്. സോഷ്യൽ മീഡിയയിൽ റീലുകളായി നിറയുന്ന ദേശീയപാത 85 ചീയപ്പാറ വാളറ വെള്ളച്ചാട്ടത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി മഴ തിമിർത്ത് പെയ്തതോടെ ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങളൊക്കെയും വേനൽ കവർന്ന ഭംഗി വീണ്ടെടുത്തു കഴിഞ്ഞു. പച്ചപ്പിന് നടുവിൽ പാറയിടുക്കുകളിലൂടെ വന്യമായി നിറഞ്ഞൊഴുകുന്ന ഹൈറേഞ്ചിലെ വെള്ളച്ചാട്ടങ്ങളുടെ ഭംഗി സഞ്ചാരികൾക്ക് എത്ര കണ്ടാലും മതിവരുന്നതല്ല. ദേശീയപാത 85 മൂന്നാറിലേക്കുള്ള യാത്രാ മധ്യേ കാണുന്ന ചീയപ്പാറ വാളറ വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങി അല്പനേരം ഭംഗി ആസ്വദിക്കാതെ ഇപ്പോൾ സഞ്ചാരികൾ കടന്നു പോകാറേയില്ല. പേര് കേട്ടതും കേൾക്കാത്തതുമായ നിരവധി വെള്ളച്ചാട്ടങ്ങളുണ്ട് ദേശീയപാത 85. നല്ല ഭംഗിയുണ്ട്. നമ്മൾ ഇവിടെ ആയിട്ട് ഒന്നല്ല, പോകുന്ന വഴിക്ക് ജസ്റ്റ് നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളിയാണ്. ശക്തമായ മഴ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിലെ വിനോദസഞ്ചാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. മഴയുടെ ശക്തി കുറഞ്ഞതോടെ നിയന്ത്രണങ്ങൾ നീക്കിയിട്ടുമുണ്ട്. മഴ മൂടിയ ഇടുക്കിയുടെ മനോഹാരിത ആസ്വദിക്കാൻ സഞ്ചാരികൾ കൂടുതലായി എത്തുമെന്നാണ് പ്രതീക്ഷ. വേനലിൽ മെലിഞ്ഞൊട്ടുന്ന വെള്ളച്ചാട്ടങ്ങൾ അതിന്റെ ഭംഗിയത്രയും വീണ്ടെടുത്തൊഴുകുന്ന കാഴ്ചയാണ് മഴക്കാലത്ത് ഇടുക്കിയെ മിടുക്കിയാക്കുന്നത്. മഴക്കാലം അവസാനിക്കും വരെ ഹൈറേഞ്ചിന്റെ ഭംഗി ഇതേ റേഞ്ചിൽ തുടരും. ജനം, ഇടുക്കി.